നമസ്കാരം. ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. കോട്ടക്കൽ സ്വദേശിയായ യുവാവിനെ ജിസാനിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടക്കൽ പുത്തൂർ കമ്പ്രത്ത് പുലിക്കോടൻ മുഹമ്മദ് അലിയുടെയും ജമീലയുടെയും മകനായ റഹീസ് അലിയെയാണ് ആശുപത്രിയോടനുബന്ധിച്ചുള്ള താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഗൃഹനാഥൻ തെങ്ങിൽ നിന്ന് വീണു മരിച്ചു. നടുവത്ത് പൊട്ടാലിങ്ങൾ വെല്ലാഞ്ചിറ മുഹമ്മദ് കുട്ടിയാണ് മരിച്ചത്. വീട്ടുവളപ്പിലെ തെങ്ങിൽ യന്ത്രം ഉപയോഗിച്ച് കയറിയപ്പോഴായിരുന്നു അപകടം. മലപ്പുറത്ത് മഞ്ഞപ്പിത്തം ബാധിച്ച് ഒരു മരണം. നിലമ്പൂർ ചാലിയാർ സ്വദേശി റിനീഷാണ് മഞ്ഞപ്പിത്തം കരളിനെ ബാധിച്ചതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് മരിച്ചത്. ചാലിയാറിൽ 2 പേർ മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലാണ്. കുമരംപുത്തൂർ കുന്തിപ്പുഴയുടെ കുരുത്തിച്ചാലിൽ വീണ്ടും അപകടം. കുളിക്കാനിറങ്ങിയ യുവാവ് ഒഴുക്കിൽപ്പെട്ടു. മലപ്പുറം വലാഞ്ചേരി സ്വദേശിയായ തോട്ടത്തിൽ രോഹനാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിലുള്ള യുവാവ് വട്ടമ്പലം മദർ കെയർ ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിലാണ്. തിരൂർ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ 13 കിലോഗ്രാം കഞ്ചാവ് പിടികൂടി. ചെന്നൈ മംഗലാപുരം എൻമോർ എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്ന് RPF-ഉം തിരൂർ എക്സൈസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. പൊന്നാനി ഐശ്വര്യ തിയേറ്ററിന് പിൻവശം ചെറുവായ്ക്കര പള്ളക്കുളം സ്വദേശി കുന്തനകത്ത് ഹൗസിൽ രാധയെ കെട്ടിയിട്ട് മർദ്ദിച്ച് സ്വർണം കവർന്ന കേസിൽ 2 പേർ അറസ്റ്റിൽ. ദിനേശ് പ്രീത എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം വേങ്ങരയിൽ വേനൽ മഴയോടൊപ്പമുണ്ടായ കാറ്റിൽ നേന്ത്രവാഴ കർഷകർക്ക് കനത്ത നാശനഷ്ടം. വേങ്ങര ഗ്രാമപഞ്ചായത്തിലെ കുറ്റൂർ പാടശേഖര സമിതിയുടെ ഭാരവാഹിയായ KC മജീദിന്റെ കൃഷിയിടത്തിലെ കുലച്ചതും കുലവരുന്നതുമായ 200ഓളം വാഴകളാണ് കഴിഞ്ഞ ദിവസത്തെ മഴയിൽ നിലം പൊത്തിയത്. ഷവർമയുടെ കൂടെ നൽകിയ മുളകിന് വലുപ്പം കുറഞ്ഞതിന് കടയുടമയെയും മക്കളെയും 4 അംഗ സംഘം മർദ്ദിച്ചതായി പരാതി. ഇരുമ്പൊടി ഉപയോഗിച്ചാണ് മർദ്ദനം. ഹോട്ടലുടമ വയനാട് സ്വദേശിയായ കരീം, മക്കളായ മുഹമ്മദ് ഷബീൽ, അജ്മൽ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. കൽപ്പകഞ്ചേരി സ്വദേശികളായ സത്താർ, മുഹമ്മദ് ഹനീഫ്, മുജീബ്, ജനാർദ്ദനൻ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തു. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.